എല്ലാവർക്കും നമസ്കാരം. ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ കേരളത്തിൽ മഹാകുംഭമേള വേദിയായി. മലപ്പുറത്ത് തിരുനാവായയിൽ നാവാമുകുന്ദ ക്ഷേത്രത്തിനടുത്തുള്ള ഭാരതപ്പുഴ തീരത്താണ് ഈ മഹാസംഗമം നടക്കുന്നത്. നമുക്ക് കേട്ടറിവ് മാത്രമുള്ള മാമാങ്കം എന്ന ആചാരം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്നത് ഈ ഭാരതപ്പുഴ തീരത്തായിരുന്നു. ഇവിടുത്തെ ഓരോ മണൽത്തരികൾക്കും പണ്ടത്തെ രാജാക്കന്മാരുടെയും ചാവേറുകളുടെയും ചോര പുരണ്ട കഥകൾ പറയുവാനുണ്ടാകും. 12 വർഷങ്ങൾക്കൊരിക്കൽ നടന്നിരുന്ന ഈ ആചാരം സാമൂതിരി രാജാവിൻ്റെ അധികാരത്തിലായിരുന്നു. ആദ്യകാലത്ത് മാമാങ്കത്തിൻ്റെ മുഖ്യ അധികാരം കള്ളുവ കോനാതിരി രാജാവിനായിരുന്നു. പിന്നീട് സാമൂതിരി രാജാവ് സൈനിക ശക്തിയിലൂടെ ഈ അവകാശം സ്വന്തമാക്കി. ഇതിലൂടെ കേരളത്തിൻ്റെ പരമാധികാരി എന്ന നിലയിൽ സാമൂതിരി രാജാവ് മാമാങ്കക്കളത്തിൽ സ്വർണ്ണക്കുട ചൂടി എഴുന്നള്ളും. സാമൂതിരിയുടെ അധികാരം അംഗീകരിക്കാത്ത വള്ളുവനാട് പടയാളികളായ ചാവേറുകൾ മാമാങ്കക്കളത്തിൽ സാമൂതിരിയെ വധിക്കുവാൻ പദ്ധതിയിട്ടു. ചാവേറുകൾ സാമൂതിരിയുടെ കാവൽ സേനയുമായി രക്തം പുരണ്ട പോരാട്ടങ്ങൾ തുടർന്നു. അതുകൊണ്ടാണിത് ചോരയൊഴുകുന്ന മാമാങ്കം എന്ന് ചരിത്രത്തിൽ ഇടം നേടിയത്. 271 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ ഇത് നിർത്തലാക്കുകയും ചെയ്തിരുന്നു.
ഒരിക്കൽ പോരാട്ടത്തിൻ്റെ മാമാങ്കമായിരുന്ന ഇത് ഇന്ന് സംസ്കാരത്തിൻ്റെ മാമാങ്കമായി മാറിയിരിക്കുന്നു. കലകളുടെയും സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ആഘോഷം. കാലം മാറി. പോരാട്ടത്തിൻ്റെ മാമാങ്കം ഇന്ന് സംസ്കാരത്തിൻ്റെ മാമാങ്കമായി മാറിയിരിക്കുന്നു. ഇത് നമ്മുടെ ചരിത്രത്തെ ഓർക്കാനും നമ്മുടെ പൈതൃകം വരും തലമുറയ്ക്ക് കൈമാറാനും സഹായിക്കുന്ന ഒരു മഹാമഹം. കലകളുടെയും പൈതൃകത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ആഘോഷം. കേരളത്തിൻ്റെ നാടൻ കലകൾ, ചരിത്ര അവതരണങ്ങൾ, സാംസ്കാരിക പരിപാടികൾ, പൈതൃക സംരക്ഷണത്തിൻ്റെ സന്ദേശം, ഇവയെല്ലാം ചേർന്ന ശാന്തവും സാംസ്കാരികവുമായ ഒരു സംഗമം. വരും വർഷങ്ങളിലെ കുംഭമേളയ്ക്കുള്ള കാത്തിരിപ്പോടെ. നന്ദി.